നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഈ തിരുമണിക്കൂറിൽ വിചിന്തനം ചെയ്യുന്നത്. കർത്താവ് എപ്രകാരമാണ് തൻ്റെ ഏകജാതനിലൂടെ അവിടുത്തെ മുഖം വെളിപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. ഈശോയെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവത്തിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജനതയെ വീണ്ടെടുക്കണം. അതിനുവേണ്ടി ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനെ അവിടെ നയിച്ചപ്പോൾ ആ ഏകജാതനും പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. പിതാവ് എപ്രകാരമാണോ ഈ ജനതയുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു തിരുവചന ഭാഗം നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇവിടെ ഈ നായിൻ എന്ന പട്ടണത്തിലെ ആ വിധവയെ കർത്താവ് അനുഗ്രഹിക്കുന്നത് അവളുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ നായിനിലെ ഈ വിധവയ്ക്ക് യേശു ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ യേശുവിൻ്റെ നാമം ഒന്ന് കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അവിടെയുള്ള ആരും തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഇവളെ സഹായിക്കണം, അല്ലെങ്കിൽ ഇവളുടെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായും നമ്മൾ കാണുന്നില്ല. തീർച്ചയായും ഒത്തിരിയേറെ അത്ഭുതകൃത്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് കർത്താവ് ഈ ഒരു പട്ടണത്തിലേക്ക് കടന്നു വരിക. ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ ശതാധിപൻ്റെ വൃത്യനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ശതാധിപൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ വൃത്യൻ സുഖമില്ലാതിരിക്കുകയാണ്, അവന് രോഗം ബാധിച്ച് ആസന്ന മരണമായി കഴിയുന്നു, അവനെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആ ശതാധിപൻ ചോദിക്കുമ്പോൾ അത് അവിടെ ശതാധിപൻ്റെ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ശതാധിപൻ്റെ വിശ്വാസം വളരുന്നത് നമുക്ക് ആ ഭാഗത്ത് വായിക്കുവാൻ സാധിക്കും. അവിടെ തൻ്റെ ഭൃത്യം മരിച്ചു കഴിഞ്ഞപ്പോൾ
ആളയച്ചു കൊണ്ട് ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ശതാധിപനെയല്ല നമ്മളവിടെ കാണുക. കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യം സുഖപ്പെടും എന്ന് പറയുന്ന ഒരു ശതാധിപനെയാണ് നമ്മൾ ഈ ഒരു വചനഭാഗത്ത് കാണുന്നത്. 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. അതിനുശേഷം വിവരിക്കുന്ന ഒരു അത്ഭുത കൃത്യമാണ് നായിലിലെ വിധവയുടെ മകനെ കർത്താവ് വീണ്ടും ജീവൻ നൽകി അനുഗ്രഹിക്കുന്ന രംഗം. ഒരു വശത്ത് വിശ്വാസം എന്താണ്, ആ വിശ്വാസത്തിൻ്റെ ആഴം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇവിടെ പൂർണ്ണമായും കർത്താവിൻ്റെ മനസ്സ് എപ്രകാരമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഭാഗത്തേക്കാണ് സുവിശേഷകൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ യാതൊരു തരത്തിലും അവർ കർത്താവിനോട് ചോദിക്കുന്നില്ല, ഇതാ എൻ്റെ മകൻ മരിച്ചു പോയിരിക്കുന്നു, എനിക്ക് ഏക ആശ്രയം അവൻ മാത്രമാണ്, ഞാനൊരു വിധവയാണ്, എൻ്റെ സന്തോഷവും എൻ്റെ ആഹ്ലാദവും എല്ലാം ഈ ഒരു മകനായിരുന്നു, പക്ഷേ എനിക്കെല്ലാം പൂർണ്ണമായി നഷ്ടമായിരിക്കുന്നു, നിന്നെക്കൊണ്ടാവുന്നത് ചെയ്യുക എന്ന് പറയുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കില്ല. ആ അമ്മയുടെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി ഇവൾ അതിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുന്ന ഒരാളെ പോലും നമുക്കവിടെ കാണുവാൻ സാധിക്കില്ല. തികച്ചും കർത്താവിൻ്റെ ആ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു നായിലെ ആ വിധവയുടെ മകനെ സുഖപ്പെടുത്തുന്ന രംഗം. ഒന്ന് ആലോചിച്ച് നോക്കുക. താൻ ആ ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരുന്നതാണ്. അത് ആരുടെ ആണ് എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് യേശുനാഥൻ ഒരുപക്ഷെ തിരിച്ചറിയുന്നത് നായലിലുള്ള ഒരു വിധവയുടെ മകനാണ് മരിച്ചു പോയതെന്ന്. അവളുടെ ഏക ആശ്രയം ആ മകനായിരുന്നുവെന്ന്. അവളെ കണ്ട് പൂർണ്ണമായി മനസ്സറിഞ്ഞ് അവളോട് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ തൻ്റെ മരണസമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ചിന്തിച്ചിട്ടുണ്ടാകുമോ? കാൽവരി മലയിൽ വച്ച് താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യന് തൻ്റെ അമ്മയെ നൽകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകനെ നൽകുന്ന കർത്താവിനെ നമ്മൾ അവിടെ ദർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കാഴ്ച തൻ്റെ ഉൾക്കണ്ടുകൊണ്ട് കണ്ടതിന് ശേഷമാണോ ഒരുപക്ഷെ ഈ നായിലെ വിധവയെ കർത്താവ് സഹായിക്കുവാൻ തീരുമാനിക്കുന്നത്? അവിടെ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ മേൽ തൊട്ടു. അത് വഹിച്ചവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, തൻ്റെ വചനം കൊണ്ട് സൗഖ്യം നൽകുന്നവൻ, തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ നൽകുന്നവൻ, ഇവിടെ തൻ്റെ അമ്മയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശുനാഥൻ തീർച്ചയായും പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത്. ഒരു മകനെ നഷ്ടമാകുമ്പോൾ ഒരു അമ്മ കടന്നു പോകുന്ന വേദന എന്താണെന്ന് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ മകൻ ചിന്തിച്ചു നോക്കുകയാണ്. എന്നെ എൻ്റെ അമ്മയ്ക്ക് നഷ്ടമാകുമ്പോൾ ആ അമ്മ കടന്നു പോകുന്ന വേദന എന്തായിരിക്കും? ഇവിടെയും യേശുനാഥൻ അതുതന്നെയാണ് ചിന്തിച്ചത്. തൻ്റെ ഏക ആശ്രയമായിരുന്ന മകൻ മരിച്ച ആ അമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ആ അവസ്ഥ കണ്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന യേശുനാഥൻ അവൾക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നൽകുകയാണ്. അവിടുന്ന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും ആഹ്ലാദവും എല്ലാം ആ ഒരു പ്രവൃത്തിയിലൂടെ യേശുനാഥൻ അവൾക്കായി തിരികെ നൽകി. പ്രിയമുള്ളവരെ, നമുക്കൊരോരുത്തർക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായി നൽകിയപ്പോഴും ഈശോ ചിന്തിച്ചത് അതുതന്നെയാണ്. നമുക്കും ഇതുപോലെ സന്തോഷത്തിന് വക നൽകിക്കൊണ്ടാണ് കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചത്. താൻ ഏറെ സ്നേഹിക്കുന്ന ആ ശിഷ്യന് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ അമ്മയെ അവൻ നൽകിയപ്പോൾ, പ്രിയമുള്ളവരെ, ആ നിമിഷം മുതൽ പരിശുദ്ധ കന്യകാമറിയം
ആ മകൻ്റെ അമ്മയായിട്ട് മാറി. ഇന്ന് ലോകം മുഴുവൻ്റെയും അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയം ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ ഈ ഒരു സംഭവം തന്നെയായിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന വിധത്തിലേക്ക്, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ തക്ക വിധം ഒരു അമ്മയെ ഒരുക്കി നിർത്തിയതിലൂടെ ഈശോ ഒരിക്കൽ കൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ആ പിതാവിൻ്റെ വലിയ സ്നേഹവും കരുണയും തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കരച്ചിലും കർത്താവ് ഇതുപോലെ കാണുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി നാം കടന്നു പോകുന്ന വേദന എന്താണെന്ന് കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ വേദനയും നൊമ്പരവും എല്ലാം മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കാണുമ്പോഴും ആ നായിലെ വിധവയെ കണ്ട് മനസ്സറിഞ്ഞ കർത്താവ് അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥയിൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം നാം ഓരോരുത്തരും തുറന്നു കൊടുക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ, മരണത്താൽ വേർപെട്ടു പോകുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കാറുണ്ട്. നമുക്ക് കഴിയുന്നത്ര ആശ്രയം തേടുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ആ സമയം നമ്മൾ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊന്നും കേൾക്കേണ്ട ഒരു രീതിയിലല്ല കർത്താവ് പ്രവർത്തിക്കുക. നമ്മൾ ആവശ്യപ്പെട്ടാലല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ മുമ്പിൽ നമ്മുടെ വേദനകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് അവന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ഏതെല്ലാം വിധത്തിലാണ് അതെല്ലാം പരിഹരിക്കേണ്ടതെന്ന് പൂർണ്ണമായ നിശ്ചയം അവനുണ്ട്. ആ കർത്താവിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്കൊരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പറയുന്നതിന് മുമ്പേ തന്നെ അതെല്ലാം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നായിലെ ആ വിധവയുടെ മകനെ അങ്ങ് വീണ്ടും ജീവൻ നൽകി അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളും മൃതരായി നിൽക്കുന്ന ഒത്തിരിയേറെ അവസ്ഥകളുണ്ട്. ആ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്കും ഒരു പുനർജീവൻ നൽകി അനുഗ്രഹിക്കണമേ. കൂടുതൽ ഉണർവോടെ ഉന്മേഷത്തോടെ അങ്ങേ ഏറ്റുപറയുവാനും അങ്ങയുടെ വചനത്തിൽ സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ആ ഒരു കൃപ നീ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് കർത്താവിൻ്റെ സന്നിധി ആശിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,